നമ്മളെ കേരളക്കാരുടെ ദേശീയ ഭക്ഷണമാണല്ലേ ചോറ്. അത് ബിരിയാണിയോ നെയ്ച്ചോറോ സാദാ ചോറോ സദ്യ എന്ത് തന്നെ ആയാലും അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റം തന്നെയാണ് അച്ചാർ. എന്നാൽ നമുക്കിന്നൊരു അടിപൊളി മാങ്ങച്ചാറ് തയ്യാറാക്കാം. അതിനായി ഒരു അടുപ്പിലേക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂണ് ഉലുവയും കൂടിയും വറുത്ത് പൊടിച്ച് മാറ്റി വെക്കുക. അതേ ചട്ടിയിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുകും ഉലുവയും ചേർത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കൈപ്പിടി നിറയെ അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പ് നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 5-10 പച്ചമുളകും ചേർത്ത് ഒന്ന് നല്ലവണ്ണം വഴറ്റി അതിൻ്റെ പച്ചച്ചവ മാറുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച പച്ചമാങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്തോളൂ കേട്ടോ. നമ്മളെപ്പോഴും അച്ചാറിന് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്തൊക്കെ നല്ല ഉപ്പ് ഉണ്ടാവാറുണ്ട്. നമ്മളിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഉപ്പും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. വെന്തുടയാൻ നിൽക്കണ്ട, നല്ലവണ്ണം വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ ഇവിടെ നല്ലവണ്ണം വഴണ്ട് വന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ എരിവുള്ളതോ എരിവില്ലാത്തതോ ആയിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ പൊടികളുടെ ഒന്ന് പച്ചച്ചൊവ മാറ്റിയതിന് ശേഷം അതിലേക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉലുവ കടുകിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂണ് കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞ് നല്ലവണ്ണം വെന്ത് ഉടഞ്ഞു പോവാത്ത ഒരു അടിപൊളിയായിട്ടുള്ള മാങ്ങച്ചാറാണ് കേട്ടോ. അത് നല്ലവണ്ണം തിള വന്നിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കി ഇതൊന്ന് ചൂടാറുന്ന സമയത്ത് ആവശ്യത്തിനുള്ള സുർക്കയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വിനാഗിരിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. ഒരു ഉണങ്ങിയ കുപ്പിയിലിട്ട് ഇത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ.